ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് എല്ലാം ഒരു ആഘോഷമാണ്, ആചാരമാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ വിഷയമായിട്ടുള്ള ബജറ്റ് അവതരണം പാർലമെന്റിൽ. നിലവിലിരിക്കുന്ന ഗവൺമെന്റിന്റെ ഫൈനാൻസ് മിനിസ്റ്റർ ആരാണോ ആ വ്യക്തി നമ്മുടെ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ളൊരു എന്താണ് പറയുന്നത്, ഒരു പ്രവൃത്തിയാണ്, ഒരു കർമ്മ പരിപാടിയാണ്. അപ്പം എല്ലാ വർഷവും നമുക്കറിയാം, ഇപ്പോൾ ഫെബ്രുവരി മാസത്തിൽ ആദ്യം തന്നെയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള, അതായത് ഏപ്രിൽ 1 തുടങ്ങുന്ന സാമ്പത്തിക വർഷത്തിലേക്കുള്ള ഇന്ത്യയുടെ ബജറ്റ് ഈ വർഷവും അതുപോലെ ഫെബ്രുവരി 1 നമ്മളുടെ ഫൈനാൻസ് മിനിസ്റ്റർ ഇല്ലേ, നിർമ്മലാ സീതാരാമന് അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ വർഷവും ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കറിയാം, അത് ഏത് സർക്കാർ ഭരിച്ചാലും അവരവതരിപ്പിക്കുന്ന ബജറ്റ് അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും പറയുന്നത് ഇത് ഏറ്റവും മികച്ച ബജറ്റാണ്, ഇത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക വളർച്ചയ്ക്ക് ഉതകുന്നതാണ്, പീപ്പിൾ ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറയും. എന്നുവെച്ചാൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള നയപരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബജറ്റാണ് ഈ വർഷവും ഞങ്ങൾ അവതരിപ്പിക്കുന്നതൊക്കെ. എല്ലാ വർഷവും നമ്മളിപ്പോൾ ഒരു വർഷം സ്വാതന്ത്ര്യം കിട്ടിയ എന്ന് മുതലാണ് ബജറ്റ് അവതരിപ്പിക്കാൻ തുടങ്ങിയത്, ലാസ്റ്റിലത്തെ ബജറ്റ് വരെ നമ്മൾ കേൾക്കുന്ന ഒരു സ്ഥിരം പല്ലവി തന്നെയാണ്. അപ്പോൾ അതിനെതിരെയുള്ള ആൾക്കാർ, ഓപ്പോസിഷൻ പാർട്ടീസ്, അതാര് തന്നെയായാലും ശരി, അവർ ശക്തമായിട്ട് അതിനെ എതിർക്കുകയും ചെയ്യും. അവർക്ക് പറയാൻ ഒത്തിരി കാരണങ്ങൾ കാണും. അതുപോലെ തന്നെ റൂളിംഗ് പാർട്ടിയായിട്ടുള്ള ഭരിക്കുന്ന പാർട്ടിക്ക് ഇതിനെ എന്താണ് പറയുന്നത്, ഇതിനെ കൂടുതൽ പബ്ലിസൈസ് ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തെ ജസ്റ്റിഫൈ ചെയ്യാനും ന്യായീകരിക്കാനും ഒക്കെ ഒത്തിരി വശങ്ങൾ ഗവൺമെൻറ് ഭാഗത്തും കാണും. അപ്പം തീർച്ചയായിട്ടും വിജയിക്കുന്നത് ഭരണത്തിലിരിക്കുന്ന ആൾക്കാരുടെ വശം തന്നെ ആയിരിക്കും. കാരണം അവരുടെ അധികാരമുള്ളത് കൊണ്ടും അതുപോലെ തന്നെ അധികാരത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സംവിധാനങ്ങൾ അവരുടെ കൈകളിലുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ശബ്ദം മാത്രമേ ഉറച്ചു കേൾക്കത്തുള്ളൂ. അതിപ്പോൾ ആര് ഭരിച്ചാലും ശരി, ഇപ്പോൾ നിലനിൽക്കുന്ന BJP ആയാലും ശരി, നേരത്തെ ഭരിച്ച കോൺഗ്രസ് ആയാലും ശരി, അതാത് കാലഘട്ടങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ്. എന്നിരുന്നാലും നമ്മൾക്കറിയാം, നമ്മളുടെ രാജ്യം നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട്. ഇപ്പോഴും നമുക്ക് നമ്മൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പരിഹാരം കാണുവാൻ ഒരു സംവിധാനത്തിനും, ഭരണ സംവിധാനത്തിനും, അല്ലെങ്കിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന ഭരണ സംവിധാനങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മാറ്റങ്ങൾ ഒത്തിരി രാജ്യത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമുക്ക് ഈ ഒരു സ്പീഡിൽ, അല്ലെങ്കിൽ ഈ ഒരു വേഗതയിൽ, ഒരു പേസ് എന്ന് പറയാം, പേസ്, ഇക്കണോമിക് സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാകുന്ന പേസ്. കാരണം നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ 77 ഇയേഴ്സ് ആയി സിൻസ് വി ഗോട്ട് ഇൻഡിപെൻഡൻസ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമുക്ക് 77 വർഷം ആയ ഒരു രാജ്യത്തിന് നമുക്ക് ഇപ്പോഴും നമ്മളുടെ ഈ മേഖലകളിൽ, സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ, സാമ്പത്തികം മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണല്ലോ തീർച്ചയായിട്ടും സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ രണ്ട് മേഖലകളിലും നമുക്ക്, സാമൂഹികം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് എപ്പോഴും പറയാറുള്ളത്. ജനങ്ങളുടെ വിദ്യാഭ്യാസം, ജനങ്ങളുടെ ഹെൽത്ത്, ജനങ്ങൾക്ക് ജോലി കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ഏറ്റവും മെച്ചമായിട്ടുള്ള ജോലി ലഭിക്കുക എന്നുള്ളത് ഒരു വിഷയം തന്നെയാണ്. ക്വാളിറ്റി ജോബ്സ് ഇല്ലേ, അതുപോലെ തന്നെ ബെറ്റർ പാക്കേജ്, ബെറ്റർ സാലറി, ബെറ്റർ ലിവിങ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇതൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഭരണത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ, അതായത് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയങ്ങളിൽ കൂടി, അവരുടെ ഫൈനാൻഷ്യൽ പോളിസീസിൽ കൂടെ മാത്രമേ സാധ്യമാകത്തുള്ളതാണ്. അപ്പം ഇതെല്ലാം ഉറപ്പുവരുത്തുന്നു എന്ന് പറയുന്ന ബജറ്റ് തീർച്ചയായിട്ടും എത്രത്തോളം നമ്മുടെ രാജ്യത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കുറേ കാര്യങ്ങൾ അംഗീകരിക്കുമ്പോൾ ശരിയാണ്. പക്ഷേ ഇപ്പോഴും നമുക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരാൻ, അല്ലെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കാത്ത പല മേഖലകളിലും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മളെപ്പോഴും ബജറ്റിനെ കാണുകയും ജനങ്ങളെല്ലാം അതിനെ തീർച്ചയായിട്ടും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രാജ്യമാണ്. മറ്റൊരു രാജ്യത്തും ഇങ്ങനെയുള്ളൊരു
സംവിധാനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംസ്കാരം നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഇപ്പോൾ അമേരിക്കയിൽ ഒരു ബജറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രിട്ടനിലൊരു ബജറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ജപ്പാനിൽ അല്ലെങ്കിൽ ഈവൻ പാകിസ്ഥാനെ പോലെ ഒരു ബജറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ജനങ്ങൾ ഇത്രയും ആകാംക്ഷയോടെ അതിനെ കാണുകയോ അല്ലെങ്കിൽ അതിനെ സമീപിക്കുകയോ ചെയ്യുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഏറെക്കുറെ എല്ലാ ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയോടെ കൂടി, കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള, ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ഉയർത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ നയപരിപാടികൾ ഉണ്ടാകും എന്നുള്ളത് ഉറ്റുനോക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ജനസമൂഹം തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബജറ്റ് ഏറെക്കുറെ എല്ലാ ആൾക്കാരെയും ഒരുപോലെ ബാധിക്കുകയും, ഒരുപോലെ നല്ല എല്ലാ ആൾക്കാരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2025 ബജറ്റും അതുപോലെ തന്നെ അവതരിപ്പിക്കാൻ സമയമായി വരുന്നു. ഇന്ന് ജാനുവരി 18 ഇനിയും ഫെബ്രുവരി 1 ബജറ്റ് അവതരണം. അപ്പം നമുക്ക് ഇനിയും ഈ പറഞ്ഞ 2025-26 വർഷത്തേക്കുള്ള സാമ്പത്തിക വർഷത്തേക്കുള്ള ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്ന നമ്മുടെ ജനങ്ങൾക്ക് എന്തായിരിക്കും പ്രതീക്ഷകൾ, അല്ലെങ്കിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട മേഖലകളിലായിരിക്കണം ഗവൺമെൻറ് ശ്രദ്ധ ചെലുത്തേണ്ടത് എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു അവലോകനമാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഈ റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ എന്നുള്ള കേന്ദ്ര ബജറ്റ് 2025 നികുതിയും വീടും വിലക്കയറ്റ നിയന്ത്രണവും ബജറ്റ് പ്രതീക്ഷകളും പട്ടിക നീളുന്നു എന്നുള്ളതാണ്. കാരണം പ്രതീക്ഷകളാണല്ലോ എല്ലാം എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് അതിനകത്തിൽ സ്റ്റേക്ക് ഒന്നുമില്ല, കാരണം ഇത് ഗവൺമെൻറ്റിൻ്റെ തീർച്ചയായിട്ടും പ്രയോറിറ്റീസാണ്, അവരുടെ പൊളിറ്റിക്കൽ പ്രയോറിറ്റീസാണ് മെയിനായിട്ടുള്ളത്. കാരണം അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള നയങ്ങളായിരിക്കും അവർ തീർച്ചയായിട്ടും ബജറ്റിനകത്ത് ഉൾക്കൊള്ളിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ എപ്പോഴും റിസോഴ്സ് ക്രഞ്ച് എന്ന് വെച്ചാൽ നമുക്ക് വിഭവങ്ങളുടെ വളരെയധികം അഭാവങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ കൃത്യമായിട്ട് അതിനാവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ചെലവഴിക്കാൻ അനുയോജ്യമായ രീതിയിലുള്ള വിഭവ സമാഹരണം ഗവൺമെൻറ് ഒരിക്കലും സാധ്യമാകുന്നില്ല. കാരണം നമുക്ക് ഗവൺമെൻറ്റിന് ഇപ്പം പ്രധാനപ്പെട്ട മേഖലകൾ എന്ന് പറഞ്ഞാൽ പ്രതിരോധം, ഡിഫൻസ് അല്ലേ, പ്രതിരോധം അല്ലെങ്കിൽ ഡിഫൻസ്, എഡ്യൂക്കേഷൻ, പിന്നെ ഹെൽത്ത്, സയൻസ് ആൻഡ് ടെക്നോളജി, അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ സെക്ടർ. അപ്പോൾ ഇതുപോലുള്ള പ്രധാനപ്പെട്ട ചെറുകിട സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് അതുപോലെ വരുന്ന മേഖലകൾ. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള, പിന്നെ നമ്മുടെ റെയിൽവേ ഉണ്ട് ഇല്ലേ, അങ്ങനെ സമസ്ത മേഖലകളിലും എല്ലാം പ്രിയോറിറ്റി ഏരിയാസാണ്. അപ്പോൾ എല്ലാ മേഖലകളെയും ഒരുപോലെ പിന്നെ ഒരേ പ്രാധാന്യത്തോടെ പരിഗണിക്കാൻ ഒരു ബജറ്റിലും സാധിക്കത്തില്ല. കാരണം നമുക്ക് അതിന് പര്യാപ്തമായുള്ള റിസോഴ്സ് അല്ലെങ്കിൽ വിഭവ സമാഹരണ ശേഷി നമ്മുടെ ഇന്ത്യൻ ഒരു സർക്കാരിൻ്റെയും പക്കലായ ഒരു സമാഹരണ ശേഷിയില്ല. അപ്പം അതൊക്കെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് വേണം നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാനോ അല്ലെങ്കിൽ മാറ്റങ്ങളെ നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷ ഇന്ന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ഇന്ന രീതിയിലൊക്കെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ നമ്മൾ വെച്ചു പുലർത്താണല്ലോ. അപ്പം ബജറ്റ് അവതരിപ്പിക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം അതിൽ നമ്മൾ രാജ്യം എപ്പോഴും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മയാണ്, നമ്മുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്താണ്. എന്നുവെച്ചാൽ വ്യാവസായിക വളർച്ച, നമ്മുടെ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വ്യാവസായിക മേഖലയുടെ വളർച്ച. പിന്നെ പണപ്പെരുപ്പ്, ഇൻഫ്ലേഷൻ, പിന്നെ അതുപോലെ തന്നെ നികുതി സംബന്ധമായിട്ടുള്ള നികുതി. നമുക്കറിയാം ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. ഡയറക്റ്റ് ടാക്സ് ഇൻകം ടാക്സ് ആണ്, ഇൻഡയറക്റ്റ് ടാക്സ് ഇപ്പോൾ നമ്മുടെ GST ആണ്. അപ്പോൾ ഇതുപോലുള്ള മേഖലകളിലൊക്കെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇതുപോലുള്ള മേഖലകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന പല മേഖലകളും. അപ്പോൾ അത് കൃത്യമായിട്ട് ഗവൺമെൻറ്റിന്, അതായത് കാലത്തിരിക്കുന്ന ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് ഒരു പെർഫെക്ഷൻ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ തന്നെയും നമുക്ക് ഏറെക്കുറെ നല്ലൊരു ശതമാനത്തോളം അതിനെ കൃത്യമായ രീതിയിൽ എങ്ങനെ മാനേജ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മളുടെ രാജ്യത്തിൻ്റെ അവസ്ഥയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നിലനിൽക്കുമ്പോൾ ഈ വരുന്ന ബജറ്റ് എന്തൊക്കെ പ്രതീക്ഷകളായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ചെറിയ വിശകലനത്തിൽ കൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പം എല്ലാ കാലത്തെയും പോലെ തന്നെ ഈ പ്രാവശ്യത്തെ ബജറ്റും രാജ്യത്തെ നമ്മൾക്കുള്ള പൗരന്മാരുടെ പ്രതീക്ഷകളാണ് നമ്മൾ ഉറ്റുനോക്കുന്നതെന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരിയായ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പം അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നികുതി പരിഷ്കാരങ്ങൾ പിന്നെ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ, അനൗൺസ്മെന്റ്, ഡിക്ലറേഷൻസ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതീക്ഷ ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് വിശകലനം ചെയ്യുന്ന ഈ എക്സ്പേർട്സ് പറയുന്നത്. അത് നമുക്ക് ഇതൊരു പ്രതീക്ഷയാണ് കേട്ടോ. കാരണം ബജറ്റ് അവതരിപ്പിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ബജറ്റിനകത്തിൽ എന്തൊക്കെയായിരിക്കും ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ മാത്രമേ നമുക്കറിയുള്ളൂ. ഇത് ചില അസസ്മെന്റ് മാത്രമാണ്, അല്ലെങ്കിൽ നമ്മളുടെ ചില എക്സ്പെക്ടേഷൻസ് മാത്രമാണ്. അപ്പോൾ എപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ എണ്ണം ഇന്ത്യയിലെ കൂടുതലാണ്. അപ്പോൾ സാധാരണക്കാരന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ സഹായകരമായിട്ടുള്ള പിന്നെ എന്തൊക്കെ പ്രൊപ്പോസൽസ് ആണ് ബജറ്റിലുള്ളത്, അതുപോലെ തന്നെ നികുതിയുടെ പരിഷ്കാരങ്ങൾ, ടാക്സ് റിഫോംസ്. ടാക്സ് റിഫോം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള, ഇൻഡയറക്റ്റ് ടാക്സിൻ്റെയും ഡയറക്റ്റ് ടാക്സിൻ്റെയും മേഖലയിലുള്ള റിഫോംസ്. ഇൻഫ്ലേഷൻ, ആദ്യം പറഞ്ഞ പണപ്പെരുപ്പമൊക്കെ നമ്മളെപ്പോലുള്ള രാജ്യത്തെ എപ്പോഴും പിന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ പണപ്പെരുപ്പം എന്താണ്, പണപ്പെരുപ്പത്തിന് കാരണം എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ 2025 ഫെബ്രുവരി 1-ാം തീയതി രാവിലെ 11 മണിക്ക് ആസ് യൂഷ്വൽ അല്ലേ, ബിസിനസ് ആസ് യൂഷ്വൽ എന്ന് പറയുന്ന പോലെ തന്നെ അവർ ബജറ്റ് അവതരണം പാർലമെന്റിൽ ആരംഭിക്കും. അപ്പോൾ അത് എല്ലാ വർഷത്തെയും പോലെ തന്നെ കേന്ദ്ര പിന്നെ ധനമന്ത്രി, ഫൈനാൻസ് മിനിസ്റ്റർ ആരാണോ ആ ഒരു വ്യക്തിയാണ് നമ്മളുടെ ബജറ്റ് അവതരിപ്പിക്കുന്നത്, നമുക്കറിയാം. അപ്പം ഇപ്പോൾ നിലവിലുള്ള ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആണ് ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പം പ്രധാനമായിട്ട് നികുതി ഘടനയിലെ ടാക്സ് സ്ട്രക്ചറിലെ കോംപ്ലക്സിറ്റീസ് അല്ലെങ്കിൽ സങ്കീർണതകൾ ഒഴിവാക്കുക എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ടൊരു മേഖല തന്നെയാണ്. കാരണം ലോകത്തിലെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ടാക്സ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഒരു നികുതി ഘടന, ടാക്സേഷൻ സിസ്റ്റം ഇന്ത്യയിൽ തന്നെ ആണെന്നുള്ളതിനകത്ത് നമുക്ക് സംശയങ്ങളൊന്നുമില്ല. അപ്പം അത് ഈ വർഷം അത് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. കാരണം അതിൽ ചില സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. നികുതി ടാക്സ് റിട്ടേൺസ്, നികുതി ഫയലിംഗ് ലളിതമാക്കുന്ന രീതികൾ, അപ്പം അതിന് ഉതകുന്ന രീതിയിലുള്ള ചില ചുവടുവെപ്പുകൾ, അതുപോലെ തന്നെ വ്യക്തികൾക്ക്, ബിസിനസ്സുകാർക്ക് നേട്ടമുണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങൾ. വ്യക്തികൾക്കെന്ന് പറയുമ്പം ഇവിടുത്തെ സാധാരണക്കാർക്കും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും, പ്രത്യേകിച്ച് മൈക്രോ സ്മോൾ MSME എന്ന് പറയും, മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസിൽ വരുന്ന. കാരണം ബിഗ് ഇൻഡസ്ട്രീസിൻ്റെ കാര്യമല്ല പറയുന്നത്, വലിയ വ്യവസായ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ വ്യവസായികളുടെ കാര്യമല്ല പറയുന്നത്. സാധാരണ ബിസിനസ്സുകാർ, നമ്മൾ പറയുന്നത് സ്മോൾ ഇൻഡസ്ട്രീസ്, ചെറുകിട വ്യാപാരികൾ, അതുപോലുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ പിന്നെ അവർക്ക് അനുകൂലമായിട്ടുള്ള ചില പിന്നെ പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിൽ ഉണ്ടാകണം എന്നുള്ളതാണ് പ്രതീക്ഷ നടന്നത്. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച്, സാധാരണക്കാരെന്ന് പറയുമ്പോൾ ഏതൊരു വ്യക്തിയെയും GST, നമ്മുടെ ഇൻഡയറക്റ്റ് ടാക്സ് സ്വാധീനിക്കുന്നൊരു സംഭവമാണ്. പിന്നെ ഡയറക്റ്റ് ടാക്സ്, ഇൻകം ടാക്സ് എല്ലാവരെയും ബാധിക്കുന്നില്ലെങ്കിൽ തന്നെയും കുറേ ആൾക്കാരെയൊക്കെ ഡയറക്റ്റ് ടാക്സ്, ഇൻകം ടാക്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരനായിട്ട് ഇപ്പോൾ സാലറിഡ് എംപ്ലോയീസ് ആണെങ്കിൽ നമുക്ക് സാധാരണക്കാരെന്ന് പറഞ്ഞൊരു കാറ്റഗറി നമുക്ക് ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് നികുതിയുടെ പരിധി ഉയർത്തിയാൽ തീർച്ചയായിട്ടും അത് ഈ ഇൻഫ്ലേഷനെതിരെ ഒരു ആശ്വാസമായിട്ട് മാറും. ഇൻഫ്ലേഷനെതിരെ അല്ല, പണപ്പെരുപ്പം കൊണ്ട് വീർപ്പ് മുട്ടുന്ന, പണപ്പെരുപ്പം നിലനിൽക്കുന്നതുകൊണ്ട് ഈ രാജ്യത്തെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ വില വളരെ കൂടുതലായി. പൊതുവെ സാധാരണ പൗരനെ സംബന്ധിച്ച് അത് അഫോർഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളത് നമുക്ക് നിത്യജീവിതത്തിൽ ഡെയിലി നമ്മളത് കേൾക്കുന്ന വാർത്തകളാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഈ പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കുവാൻ ഗവൺമെന്റിനെ ഇഫക്റ്റീവായിട്ട് നിയന്ത്രിച്ച് സാധാരണക്കാരൻ്റെ ജീവിതത്തിന് അതൊരു ആശ്വാസകരമായിട്ടുള്ളൊരു സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ളൊരു കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഗവൺമെന്റിന് കാര്യമായി സാധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ ക്ലെയിം ചെയ്യുന്നത് ഇൻഫ്ലേഷൻ ഇത്ര ശതമാനമാണ്, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് റിസർവ് ബാങ്കും അല്ലെങ്കിൽ ഗവൺമെൻറ്റും ഒക്കെ. ആക്ച്വലി റിസർവ് ബാങ്കിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണത്. ഗവൺമെൻറ്റിൻ്റെ പാസ് ആൻഡ് പാർട്ടിലാണ് റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞത്, സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം രാജ്യത്ത് നിലനിൽക്കുന്ന പണപ്പെരുപ്പം കാരണം സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ അല്ലെങ്കിൽ സാധാരണ ജനത്തിൻ്റെ നറുകുടിക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞത്. പ്രൈസ് റൈസ് അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള കമ്മോഡിറ്റീസിൻ്റെ, മെർച്ചൻഡൈസിൻ്റെ ഒക്കെ
പ്രൈസ്, വില കയറ്റം ഒരു സാധാരണ പൗരനെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം ഈ നികുതി പരിധി ഉയർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പണപ്പെരുപ്പം മൂലം ഉണ്ടാകുന്ന പ്രശ്നത്തിന് ഒരു ആശ്വാസമായി മാറും എന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഗവൺമെൻറ് അത് ഉൾക്കൊണ്ടിട്ട് ബജറ്റിൽ അത് ഉൾപ്പെടുത്തും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ബജറ്റ് വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ്. അപ്പോൾ ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കുള്ള വിശകലനത്തിൽ അല്ലെങ്കിൽ അവലോകനത്തിൽ നമുക്കറിയാൻ പറ്റും, ഇന്ത്യയിൽ ആ ഒരു സെക്ടറിനെ ശരിക്കും പറഞ്ഞാൽ കാര്യമായിട്ട് ഗവൺമെൻറ് പരിഗണിക്കുന്നൊന്നുമില്ല. ഒരു ഗവൺമെൻറ്റും പ്രത്യേകിച്ച് കാര്യമായ പരിഗണനയൊന്നുമില്ല നമുക്കറിയാൻ പറ്റും നമുക്ക്. കാരണം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലകൾ അല്ലെങ്കിൽ ഇടത്തരം സംരംഭങ്ങൾ, വ്യവസായങ്ങൾ തീർച്ചയായിട്ടും ഡിമോണിറ്റൈസേഷൻ്റെ ഭാഗമായിട്ടും GST വന്നതിൻ്റെ ഭാഗമായിട്ടും ഒക്കെ തകർന്നടിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഗവൺമെൻറ്റിനെ കുറിച്ച് പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെക്കെതിരെ പറയല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയം ഞാൻ പറയുകയല്ല, കാരണം അതൊരു വസ്തുതയാണെന്ന് പറഞ്ഞാൽ തൽക്കാലമെങ്കിലും അല്ലെങ്കിൽ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ഉണർവ് ആ മേഖലയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ടായിട്ട്, കാരണം വമ്പൻ വ്യവസായങ്ങളിൽ സമസ്ത മേഖലകളും കീഴടക്കുന്നത് കൊണ്ട്, ഇല്ല ബിഗ് കോർപ്പറേറ്റ്സ് അല്ലെങ്കിൽ ബിഗ് ഇൻഡസ്ട്രിയലിസ്റ്റ് സമസ്ത മേഖലകളും കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും ഈ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ വളരെയധികം ശ്വാസമുട്ടലുകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ആശ്വാസം നൽകുന്ന രീതിയിലുള്ള ഒരു ബജറ്റ് ഉണ്ടാകണം, അല്ലെങ്കിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയും. അപ്പം അവരുടെ വളർച്ചയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അവരുടെ വളർച്ചയ്ക്ക് ഒരു ഉണർവേകുന്ന രീതിയിലുള്ള പരിഷ്കാരങ്ങളും അല്ലെങ്കിൽ പരിഷ്കരണങ്ങളും ഒക്കെ ഉണ്ടാകണമെന്നുള്ളതാണ് തീർച്ചയായിട്ടും ആവശ്യപ്പെടുന്നത്. വേഗത്തിലുള്ള റീഫണ്ട്, ടാക്സ് റീഫണ്ട്, ഇൻകം ടാക്സിനെ സംബന്ധിച്ചും GSTയിലൊക്കെയുള്ള റീഫണ്ടിങ് ഒക്കെ വളരെ ക്വിക്കായിട്ട് അല്പം കൂടെ സ്പീഡി ആക്കണം. കാരണം ഇതെല്ലാം സാധാരണക്കാരനെയും ടാക്സ് കൊടുക്കുന്ന വ്യക്തികളെയും പൗരന്മാരെയും അതുപോലെ തന്നെ ടാക്സ് കൊടുക്കുന്ന ബിസിനസ്സുകാരെയൊക്കെ ഈ പറഞ്ഞ ചെറുകിട സൂക്ഷ്മം ഇടത്തരം സംരംഭകരെയൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു മേഖലകളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം ഇതുപോലുള്ള സംരംഭങ്ങൾ, അതായത് ഈ പറഞ്ഞ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിൻ്റെ വളർച്ച, കാരണം ആ മേഖല ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മേഖലയാണ് ഈ പറഞ്ഞ സ്മോൾ SMEs എന്ന് പറഞ്ഞത്. അപ്പോൾ SMEസിൻ്റെ വളർച്ചയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബജറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള സമീപനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അതുവഴി സാമ്പത്തിക ചലനങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെ, സമ്പദ് വ്യവസ്ഥയ്ക്കൊരു ഉണർവ് ഏകാനും അല്ലെങ്കിൽ ഉണർവ് നൽകാനും ഒക്കെ തീർച്ചയായിട്ടും അതുകൊണ്ട് സാധ്യമാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. കാരണം ഏതൊരു എക്കോണമിയുടെയും, ഇപ്പം നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും, ലോകത്ത് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും, പ്രത്യേകിച്ച് ഇപ്പം ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഈവൻ അമേരിക്ക പോലും, UAEയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം തന്നെ അവരുടെ എല്ലാം സമ്പദ് വ്യവസ്ഥയുടെ ശരിക്കുള്ള ബാക്ക് ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ മീഡിയം മൈക്രോ എൻ്റർപ്രൈസസ് ആണ് ശരിക്കും പറഞ്ഞത്. അപ്പം നമ്മുടെ രാജ്യത്തും ഈ പറഞ്ഞ മേഖലയെ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന സംരംഭകരെയും അല്ലെങ്കിൽ സംരംഭങ്ങളെയും അതുപോലെ തന്നെ കൂടുതൽ സംരംഭങ്ങൾ വരാൻ ഉതകുന്ന രീതിയിലുള്ള സാമ്പത്തിക ധനപരമായിട്ടുള്ള നയങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് അവർ നിർവഹിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. അപ്പം അങ്ങനെയുള്ളൊരു നയപരിപാടി ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മേഖല വളരെ ഓർഗനൈസ്ഡ് ആണ്. കുറേ ഭാഗങ്ങൾ അൺഓർഗനൈസ്ഡ് ആണ്. അപ്പം എന്തുവരും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും രാജ്യത്ത് നിലനിൽക്കുന്ന അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ തൊഴിലില്ലായ്മയ്ക്ക് ഒരു വലിയ രീതിയിലുള്ള വൻതോതിലുള്ള പരിഹാരം സൃഷ്ടിക്കാനും തീർച്ചയായിട്ടും ഈ മേഖലയെ ഗവൺമെൻറ് പരിഗണിക്കുകയാണെങ്കിൽ അത് സാധിക്കുമെന്നുള്ളതിന് അതിൽ സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ ആത്യന്തികമായിട്ട് രാജ്യത്തിൻ്റെ നികുതി വരുമാനം സാമ്പത്തിക വളർച്ചയെ വർദ്ധിക്കാൻ കാരണമായി മാറും. ഇല്ല, കൂടുതൽ സംരംഭങ്ങൾ വരുന്നതോടുകൂടി ഗവൺമെൻറ് കൂടുതൽ വരുമാനം ലഭിക്കുവാനും കൂടുതൽ നികുതി പിരിച്ചെടുത്ത് ഗവൺമെൻറ് വരുമാനം വർദ്ധിപ്പിക്കാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്ടറിനെ ഗവൺമെൻറ് തഴയുകയാണെങ്കിൽ കാരണം നമുക്കറിയാം വൻകിട വ്യവസായങ്ങളിൽ നിന്ന് ടാക്സ് എത്രത്തോളം പിരിച്ചെടുക്കാൻ സാധിക്കുമെന്നും അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ടാക്സ് ബെനിഫിറ്റ്സ് ഒക്കെ നൽകുന്ന ഒരു പ്രക്രിയ ഗവൺമെൻറ് ഭാഗത്തുന്നുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും ചെറുകിട സൂക്ഷ്മ ഇടത്തരം വ്യവസായങ്ങളെ അല്ലെങ്കിൽ സംരംഭങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും അവയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ് കൂടുതൽ നികുതി വരുമാനം ലഭിക്കാനുള്ള സാധ്യതയും കൂടെ വർദ്ധിക്കുകയാണ്. നാനോ സംരംഭങ്ങളെ കൈപിടിച്ച് ഉയർത്താനുള്ള വിശാലതയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. നാനോ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സംരംഭങ്ങളുടെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം അത് ഒരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഏരിയയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചത്. അപ്പോൾ ഈ മേഖലകളിലൊക്കെ ഗവൺമെൻറ് തീർച്ചയായിട്ടും എന്താണ് ഒരു ഫേവറബിളായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടാകണം, അല്ലെങ്കിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ അത് ബജറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എത്രത്തോളം അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ആ ഒരു ആത്മാർത്ഥത ഉണ്ട്, അല്ലെങ്കിൽ അവരേതുതരം നയങ്ങളാണ് ഇനി പ്രഖ്യാപിക്കാൻ പോകുന്നത് നമുക്ക് കാത്തുനിന്ന് കാണാം. രാജ്യത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് മേഖല വലിയ വളർച്ചയാണ് സമീപകാലത്തായിട്ട് നേടുന്നുള്ളത്. പക്ഷേ ഇതിനിടയിൽ നമുക്ക് ഹോംലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭവനരഹിതരുടെ എണ്ണം ഉയർന്നു നിൽക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ വികസനത്തിന് തടസ്സം നിൽക്കുന്ന വലിയൊരു കാര്യം. കാരണം ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് മാത്രം ഉണ്ടാകേണ്ട, കാരണം ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ ഗ്രൂപ്പുകൾക്കോ ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞാൽ. കാരണം ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളിൽ കൂടെയുള്ള മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം റിയൽ എസ്റ്റേറ്റിലൊക്കെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ വളർച്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെയും ഹോംലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭവനമില്ലാത്ത, വീടില്ലാത്ത ആൾക്കാരുടെ എണ്ണം ഇന്ത്യയിൽ വളരെ കൂടി വരുന്നു അല്ലെങ്കിൽ കൂടി നിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ കാണുക എന്നുള്ളത് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ഇന്ത്യയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ സാമ്പത്തിക വികസനത്തെ അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തെ, നമുക്കൊരു മോഡേൺ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് എക്കോണമി ആയിട്ട് മാറുന്നതിന് വിഘാതമായി നിൽക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ, മേഖലകളെല്ലാം തന്നെ. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് പിന്നെ സഹായകരമാകുന്ന രീതിയിലുള്ള ഈ ഹൗസിംഗ് നയങ്ങൾ അതിപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ല എന്നുള്ളത് തീർച്ചയായതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആദായ നികുതിയിലെ 80C എന്ന് പറയുന്ന ഒരു സെക്ഷൻ അനുസരിച്ചിട്ട് കൂടുതൽ ടാക്സ് എക്സംഷൻ അനുവദിക്കുകയാണെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലീസ് തീർച്ചയായിട്ടും നമുക്കറിയാം വളരെയധികം പിന്നെ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ഏരിയയാണ് മിഡിൽ ക്ലാസ് ഫാമിലീസ് എന്ന് പറയുന്നത്. കാരണം അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കാവുന്ന ഒരു ഫേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാക്സേഷൻ ലോസിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ 80C എന്ന് പറയുന്ന നയം ഈ സെക്ഷൻ അനുസരിച്ചിട്ട് ഇച്ചിലൂടെ ഉയർന്ന പരിധിയിലുള്ള ടാക്സ് എക്സംഷനൊക്കെ അവർക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ മുകളിലുള്ള സമ്മർദ്ദങ്ങൾ കുറയ്ക്കുകയും ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ തന്നെയും ഇൻഡയറക്റ്റ് ആയിട്ട് ഹൗസിംഗ് സെക്ടറിന് അതൊക്കെ നേട്ടമാവുകയും ചെയ്യുന്നൊക്കെയാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ഗവൺമെൻറ് എത്രത്തോളം കാര്യങ്ങൾ ബജറ്റിൽ കൂടെ ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. തൽക്കാലം അത് ബജറ്റ് വന്നാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. അതിൽ പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ, പ്രൈസ് റൈസ്, ഇത് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അത് നമുക്ക് നമ്മളുടെ സെൻട്രൽ അപ്പെക്സ് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI പിന്നെ ആണിതിൻ്റെ അതോറിറ്റി. ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് RBIയുടെ ഉത്തരവാദിത്തമാണ്. RBI എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ സെൻട്രൽ ബാങ്കാണ്. അത് കേന്ദ്ര സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മണി മാറ്റേഴ്സ് അല്ലെങ്കിൽ മണി എക്കോണമി അല്ല, മണി മാറ്റേഴ്സ് അല്ലെങ്കിൽ മണി സപ്ലൈ അല്ലെങ്കിൽ മണി കൺട്രോൾ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലാണ്. അപ്പം ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതും അതുവഴി പ്രൈസ് റൈസിനെ കൺട്രോൾ ചെയ്യുക എന്നൊക്കെ ഉള്ളത് റിസർവ് ബാങ്കിൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അവർക്ക് ഈ റിപ്പോ നിരക്കുകൾ കുറയ്ക്കാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ ഇൻഫ്ലേഷൻ കുറയുക എന്നുള്ളത് അത് സാധാരണ പൗരൻ്റെയോ അല്ലെങ്കിൽ വ്യവസായം ചെയ്യുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്തമല്ല. കാരണം അവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഇൻഫ്ലേഷൻ എപ്പോഴും ഉണ്ടാകുന്നത് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ കൊണ്ട് മാത്രമാണ് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ അവർ പലിശ നിരക്ക് റിസർവ് ബാങ്കിന് റിപ്പോ റേറ്റ് കുറയ്ക്കാൻ സാധിച്ചാൽ മാത്രമേ പലിശ നിരക്ക് കുറയുകയുള്ളൂ. ആ പലിശ നിരക്ക് കുറഞ്ഞാൽ മാത്രമേ ഈ ഹൗസിംഗ് ലോൺസ് എടുത്തവർക്കും അതുപോലെ തന്നെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകത്തുള്ളൂ. കാരണം കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആരും അതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും
കൂടുതൽ ആൾക്കാർക്ക് ഭവനം ലഭിക്കുക എന്നുള്ള ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് തീർച്ചയായിട്ടും ഇല്ലാതാകും ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷ്യവിലക്കയറ്റം, ഫുഡ് പ്രൈസസ്, കാരണം ഫുഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും ഒരുപോലെ ബാധിക്കുന്ന കാര്യമാണ്. സാധാരണക്കാരായിട്ടുള്ള എല്ലാ ജനങ്ങളെയും, സാധാരണക്കാരെയും മിഡിൽ ക്ലാസ് ഫാമിലീസിനെ അല്ല, അപ്പർ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ എലീറ്റ്സിനെ അല്ല ഞാൻ പറയുന്നത്, അതിസമ്പന്നരുടെ വിഷയമല്ല പറയുന്നത്. നമ്മളെ പോലുള്ള സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു റിയൽ ഇഷ്യൂ ആണ് ഭക്ഷ്യ വിലക്കയറ്റം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു ഏരിയ, അതിനെ നിയന്ത്രിക്കുവാൻ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ നയപരിപാടികളിൽ കൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. അത് എത്രത്തോളം ബജറ്റിൽ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇതാണ് പ്രധാനപ്പെട്ട നമ്മളുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ച്, സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരെ, സാധാരണ ജനങ്ങളെ, അതുപോലെ തന്നെ സാധാരണ സംരംഭകരെ, മുമ്പ് ഞാൻ പറഞ്ഞ ചെറുകിട സൂക്ഷ്മ ഇടത്തരം സംരംഭകരെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പം ഈ മേഖലകളിലൊക്കെ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഇഫക്റ്റീവായിട്ടുള്ള ഇന്റർവെൻഷൻ ഉണ്ടാകുക എന്നുള്ളത് ഒരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് നമ്മൾ ഈ ബജറ്റിൽ മാത്രമല്ല എല്ലാ ബജറ്റിലും രാജ്യം ഉറ്റുനോക്കുന്നത്. അപ്പം ഈ പ്രാവശ്യവും തീർച്ചയായിട്ടും, കാരണം ബജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ, ഞാൻ പറഞ്ഞു, സോഷ്യോ ഇക്കണോമിയെ മുമ്പോട്ട് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനെ ഒരു ബജറ്റ് ഒരു വെറൊരു ആചാരം എന്ന രീതിയിൽ അതിനെ അവതരിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം അത് നമ്മളുടെ സമ്പദ് വ്യവസ്ഥയിലും സാമൂഹ്യ വ്യവസ്ഥയിലും നമ്മുടെ രാജ്യത്തെ മറ്റ് രാജ്യത്തിനൊപ്പം നിൽക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ കൊണ്ടുവരത്തക്ക രീതിയിലുള്ള മാറ്റങ്ങൾ, ഇഫക്റ്റീവായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിഫോംസ് ഈ ബജറ്റിൽ കൂടെ ബജറ്റ് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈസ് ഡിക്ലെയറിംഗ് ടു ദ പീപ്പിൾ, അല്ലേ? ഗവൺമെന്റിന്റെ സാമ്പത്തിക ഫൈനാൻസ് നയങ്ങൾ ജനങ്ങളെ അറിയിപ്പിക്കുക എന്നുള്ളതാണ് ബജറ്റിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് അത് പാർലമെന്റിൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നതും പിന്നെ ഓരോ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന ബജറ്റുകൾ അവതരിപ്പിക്കുന്നത്. വരുന്ന സാമ്പത്തിക അല്ലെങ്കിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ, വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ഈ ഗവൺമെന്റിന്റെ പോളിസീസ്, സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് സാമ്പത്തിക നയങ്ങൾ എന്തായിരിക്കും, ഫൈനാൻഷ്യൽ പോളിസീസ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഗവൺമെന്റിന് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ അവരുടെ പെർഫോമൻസിനെ കുറിച്ചും ഇക്കണോമിക് റിവ്യൂ ഉണ്ടല്ലോ, ആ ഇക്കണോമിക് റിവ്യൂ അവതരിപ്പിച്ചതിന് ശേഷമാണല്ലോ ബജറ്റ് അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം എന്തായിരുന്നു, നമ്മളുടെ പെർഫോമൻസ് എന്തായിരുന്നു, നമ്മൾക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടായി, കോട്ടങ്ങളുണ്ടായി എന്നൊക്കെ ഉള്ള ഒരു അവലോകനം ഈ പറഞ്ഞ ഇക്കണോമിക് റിവ്യൂവിൽ കൂടെ പാർലമെന്റിൽ നടത്തിയതിനു ശേഷമാണ് ബജറ്റ് അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ ബജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫോക്കസ്ഡ് ആണ്. അടുത്ത വർഷത്തിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പ്ലാനുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം ചെയ്യാനുള്ള പ്രതീക്ഷകളുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും, അപ്പോൾ അതിന് നമുക്ക് എത്രത്തോളം വരുമാനങ്ങൾ ഉണ്ടാകണം, എത്രത്തോളം ചിലവുകൾ ഉണ്ടാകും, ഇതൊക്കെയാണല്ലോ ബജറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്ലൂ പ്രിന്റ് വഴി അവർ ജനങ്ങളെ ബോധിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ജനങ്ങൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട്. ആ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഹാരം കാണുക എന്നുള്ളത് അതാത് കാലത്ത് നിലനിൽക്കുന്ന ഗവൺമെന്റിന്റെ, സർക്കാരിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പം ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് കൂടുതൽ സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്ന രീതിയിലുള്ള നയപരിപാടികളും, അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം അതുവഴി ഉയർത്തുന്ന രീതിയിലുള്ള നയപരിപാടികളും ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിൽ വരുത്തുക എന്നുള്ളത് കൂടെ ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്. അപ്പം ഇത്രയും പറഞ്ഞ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഉപരിയായിട്ട്, അല്ലെങ്കിൽ അത് കൂടാതെ തന്നെ ഇപ്പൊ ക്രിപ്റ്റോ കറൻസി ആയിട്ട് ബന്ധപ്പെട്ട നികുതി, നമുക്കറിയാം ക്രിപ്റ്റോ കറൻസിയൊക്കെ വളരെ റീസെന്റ് ആയിട്ടുള്ള ചില ഫിനോമിനാസ് ആണ്. അതുപോലെ തന്നെ സാലറീഡ് ആയിട്ടുള്ള ശമ്പള വരുമാനക്കാർക്ക് അവരുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അല്പം കൂടെ ഉയർത്തി കിട്ടുക എന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമാണ്, പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ സ്ത്രീ സമൂഹത്തിന് ഗുണപരമായിട്ടുള്ള, കാരണം സ്ത്രീകളെയൊക്കെ എംപവർ ചെയ്യുക അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുക, നാരീശക്തി എന്നൊക്കെ നമ്മൾ കേട്ടില്ല. അപ്പം അവർക്ക് കൂടുതൽ സംരംഭങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും അല്ലെങ്കിൽ അവർക്ക് സ്വയം വരുമാനം കണ്ടെത്താനുള്ള മാർഗങ്ങളും ഒക്കെ തന്നെ എന്താണ് പറയുന്നത്, പര്യാപ്തമാകുന്ന രീതിയിലുള്ള നയപരിപാടികൾ തീർച്ചയായിട്ടും ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ള ഒരു പ്രതീക്ഷകൾ നമ്മൾ ഇനിയും വരുന്ന ബജറ്റിൽ നമ്മൾ വെച്ചു പുലർത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് മെയിനായിട്ട് നമുക്ക് ഈ പറയുന്ന ബജറ്റിൽ കൂടെ പ്രതീക്ഷിക്കുന്നു എന്ന് നമുക്ക്, അല്ലെങ്കിൽ ഈ വരുന്ന ബജറ്റിൽ നമുക്ക് ഈ പ്രതീക്ഷകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളുടെ
ഒരു അവലോകനമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വളരെ ജെനുവിനായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള പിന്നെ കാര്യങ്ങളാണ്. സാധാരണക്കാരനെ അല്ലെങ്കിൽ സാധാരണക്കാരനായിട്ടുള്ളൊരു ഇന്ത്യൻ പൗരനെ പിന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പിന്നെ ഉള്ള ഇൻഡസ്ട്രിയലിസം, ഇപ്പം ഇൻഡസ്ട്രിയലിസം വ്യവസായ വർഗങ്ങൾ ഇപ്പം നമുക്കറിയാം. ഗവൺമെൻറ് എപ്പോഴും തീർച്ചയായിട്ടും ബജറ്റുകൾ അവതരിപ്പിക്കുന്നതിന് മുമ്പ് വ്യവസായികളുടെ കൂട്ടായ്മയായിട്ടോ ചർച്ചകളൊക്കെ നടത്തിയിട്ടാണ് അവർ തീർച്ചയായിട്ടും ബജറ്റുകൾ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ അവരുടെ പവർഫുൾ ആയിട്ടുള്ള ബോഡീസ് ഉണ്ട്. ഇപ്പോൾ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ്, ഇതുപോലുള്ള വ്യവസായികളുടെ ഗ്രൂപ്പുകളുമായിട്ടൊക്കെ ചർച്ചകൾ നടത്തിയിട്ടാണ്. അല്ല നമ്മുടെ സാധാരണക്കാരൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് ചർച്ചകൾ ഒരിക്കലും ഒരു ഗവൺമെൻറ് നടത്താറില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് ആരാണ്? നമ്മുടെ MP-മാരാണ്. ആരും ആയിക്കോട്ടെ, പാർട്ടി ഏതും ആയിക്കോട്ടെ. അപ്പം നമ്മളുടെ മെമ്പർ ഓഫ് പാർലമെൻ്റ് ആയിട്ടുള്ള നമ്മളുടെ പ്രതിനിധികളുമായിട്ടൊന്നും ഒരിക്കലും ചർച്ച നടത്തിയിട്ടുള്ള ഭരണത്തിലിരിക്കുന്ന ഗവൺമെൻറ്റുകൾ ബജറ്റ് അവതരിക്കുന്നത്. പക്ഷേ വ്യവസായികളുമായിട്ടും അല്ലെങ്കിൽ അതുപോലുള്ള സമ്പന്ന വർഗമായിട്ടും അവർ തീർച്ചയായിട്ടും ചർച്ചകൾ നടത്തിയിട്ട് അവരുടെ ആവശ്യങ്ങൾ കേട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ പരിഗണനയൊക്കെ നൽകിയിട്ട് തന്നെയാണ് എല്ലാ ഗവൺമെൻറ്റും എല്ലാ കാലത്തും ബജറ്റുകളൊക്കെ അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാധാരണക്കാരൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള MLA-മാരോടോ അല്ലെങ്കിൽ MP-മാരോടോ ഒന്നും അവരുടെ യോഗം വിളിച്ചു കൂട്ടിയിട്ടൊന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവരിൽ കൂടെ അറിഞ്ഞിട്ട് തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരങ്ങളൊന്നുമല്ല ഒരു ഗവൺമെൻറ് ഒരിടത്തും ഇതുവരെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ എന്നിരുന്നാൽ തന്നെയും സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ അവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യാറുണ്ട് എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു എലമെൻ്റ് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് എത്രത്തോളം അതിൻ്റെ വ്യാപ്തി അളവുണ്ടെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷ ആണ് നമുക്ക് ഇനിയും വരുന്നുള്ള ബജറ്റിലുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ശുഭകരമാകട്ടെ. തീർച്ചയായിട്ടും ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ ഗവൺമെൻറ്റിന് ഫലപ്രദമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പം ഇത് വളരെ ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ബജറ്റിനെ സംബന്ധിച്ച്. അപ്പോൾ ഇനി ബജറ്റ് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ആധികാരികമായിട്ടുള്ള അവരതിനകത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ബജറ്റ് വരുമ്പോൾ നമുക്ക് ആ ഒരു വിഷയം നമുക്ക് സംസാരിക്കാം, നമുക്കതിനെ ചർച്ച ചെയ്യാം നമുക്ക്. അപ്പോൾ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ പരിഗണനയിൽ ഉൾപ്പെടുത്താനാണ് സാധാരണക്കാരനെ സംബന്ധിച്ചതാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാത്തുനിന്ന് കാണാം. വീഡിയോ നിങ്ങൾ കണ്ടതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും നന്ദി. വീഡിയോ നിങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പിന്നെ ആശയപരമായിട്ടുള്ള തെറ്റുകളുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.